ഹായ് ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ദ ബാനിയൻ ട്രീ, അതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏതാണ്ട് അതിൽ 19ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വേർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾ ബാനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നല്ലേ, വീടും അതിൻ്റെ ഗ്രൗണ്ടും പരിസരങ്ങളൊക്കെ ആരുടെ ഡൊമൈനിലായിരുന്നു? ഗ്രാൻഡ് ഫാദറിൻ്റെ ഡൊമൈനിലായിരുന്നു, അധീനതയിലായിരുന്നു, അധികാരത്തിലായിരുന്നു. ബട്ട് ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ഓൾഡ് ബാനിയൻ ട്രീ അതെൻ്റേതായിരുന്നു പറഞ്ഞുല്ലേ. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് ആ കുട്ടി ബോയ് ഇങ്ങനെ പറയാനായിട്ട് കാരണം? ആൻസർ നോക്കാം. Grandfather was 65 years old and couldn't climb the tree. That is why the boy says so. നമ്മൾക്കറിയാം ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കഴിയൂല? മരം കയറാനായിട്ട് കഴിയൂല. അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറയാനായിട്ട് കാരണം. ഇപ്പോൾ വീടാണെങ്കിലും പരിസരങ്ങളാണെങ്കിലും ആ വീടിൻ്റെ ഗ്രൗണ്ടാണെങ്കിലും മുത്തച്ഛൻ അവിടെയൊക്കെ എത്തും. എന്നാൽ അദ്ദേഹത്തിന് മരം കയറാൻ കഴിയാത്തത് കൊണ്ട് ആൽമരം ആര് നോക്കാറില്ല? മുത്തച്ഛൻ നോക്കാറില്ല. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറയാനായിട്ട് കാരണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഹൗ ഡിഡ് ദ സ്ക്വറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് സ്ക്വറൽ ആ ബോയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചങ്ങാത്തം കൂടിയത്? നമുക്കറിയാം ആദ്യം അവർ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല അല്ലേ. മാത്രമല്ല അവൻ്റെ പ്രൈവസിയിലോട്ട് കടന്നു ചെന്നപ്പോൾ ആദ്യം അവന് ദേഷ്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഫ്രണ്ടായിട്ട് മാറിയത്? ശ്രദ്ധിക്കുക ആൻസർ. When the squirrel realized that the boy was not carrying a catapult or air gun, he became a friend of the boy. എന്താണ് ആ കുട്ടി അവൻ്റെ കയ്യിൽ കവണയോ അതുപോലെ എയർ ഗണ്ണോ കൈവശം വെച്ചിട്ടില്ലെന്ന് അണ്ണാൻ ആ സ്ക്വറൽ മനസ്സിലാക്കിയപ്പോഴാണ് ആ ബോയുമായിട്ട് ചങ്ങാത്തം കൂടാനായിട്ട് തുടങ്ങിയത്. Then third question, what did the friends of the squirrel think about his friendship with a human? അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ഒരു മനുഷ്യനുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ഈ സ്ക്വറലിൻ്റെ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അവരങ്ങനെ ചിന്തിക്കാനായി പ്രേരിപ്പിച്ചത്? അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ആൻസർ നോക്കാം. ദേ മൈറ്റ് ഹാവ് തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ദ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ദേ ന്യൂ ഹ്യൂമൻ ബീയിങ്സ് വെർ ക്രൂവൽ ആൻഡ് ഹാംഫുൾ. അപ്പോൾ ഉത്തരം പറയുന്നത്, അപ്പോൾ അവർ ചിന്തിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ വിശ്വസിച്ച് അവൻ എന്തൊരു ഫൂളിഷ്, എന്തൊരു മണ്ടനാണ്, അല്ലെങ്കിൽ എന്തൊരു ധിക്കാരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കാരണം? പറയുന്നത് എന്താണ് ഇങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാരണം? മനുഷ്യർ ക്രൂരരാണ്. മനുഷ്യർ വളരെ ക്രൂവലായിട്ടുള്ള ഒരു വർഗമാണ്, അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ആളുകളാണ് മനുഷ്യരെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How was the banyan tree the noisiest place during the fig season? ഫിഗ് സീസണിൽ പഴങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബാനിയൻ ട്രീ ഏറ്റവും നോയ്സസ്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. എങ്ങനെയാണ് അത് ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? ആൻസർ പറയുന്നത്, during the fig season, birds of kinds would flock into branches of the banyan tree, squabbling with each other. Thus it was the noisiest place on the road. ആൻസർ പറയുന്നത്, ഈ പഴം ഉണ്ടാകുന്ന സമയത്ത് പലതരം പക്ഷികൾ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിൽ ഇങ്ങനെ കൂട്ടം കൂടി വരും. അത് പരസ്പരം അങ്ങനെ കലഹിച്ചു കൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് റോഡിലെ ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായിട്ട് ഈ ബാനിയൻ ട്രീ മാറുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ഈ സ്പ്രിംഗ് സീസണിൽ വസന്തകാലത്ത് കുട്ടി എങ്ങനെയാണ് സ്വയം ആവേശഭരിതമാക്കിയത്? എങ്ങനെയാണ് സ്വയം എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തിയത്? ആൻസർ, ഹീ ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബാനിയൻ ട്രീ. ഹീ സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺസ് ദർ റീഡിങ് ഓർ വാച്ചിങ് ദ വേൾഡ് ബിലോ. ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആൽമരത്തിൻ്റെ ഒരു പകുതിയിൽ വെച്ചിട്ട് അവനൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട്. റീഡിങ് റൂമിൽ നിന്ന് ഒരു കുഷനൊക്കെ കൊണ്ട് വെച്ച് അതിലിരിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അതിലിരുന്ന് അവൻ വായിക്കുകയും, ഇനി വായിക്കാൻ മൂടില്ലാത്ത സമയത്ത് അവൻ താഴെയുള്ള ലോകം താഴെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അവൻ സ്പ്രിംഗ് സീസണിൽ ചെയ്തിരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, What was the incident that triggered a long-lasting excitement for the boy in summer?
വേനൽക്കാലത്ത് ആ കുട്ടിക്ക് ദീർഘകാലം ആവേശം സൃഷ്ടിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലേ. എന്താണ് ആ സംഭവം? ആൻസർ: ദ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ മാംഗൂസ് ആൻഡ് കോബ്ര. കോബ്രയും മാംഗൂസും തമ്മിലുള്ള അമാരകമായിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അല്ലേ. അതാണ് ആ കുട്ടിയെ വളരെ ദീർഘകാലം എക്സൈറ്റ്മെൻ്റ് ആക്കിയത്. 7th question. ഹൗ ഡിഡ് ദ കോബ്ര റിക്കാർഡ് ഹിസ് ഓപ്പണൻറ്റ് വിത്ത് ദ ട്രൂ വാല്യൂസ്? എങ്ങനെയാണ് കോബ്ര തൻ്റെ ഓപ്പണൻറ്റ്, തൻ്റെ എതിരാളിയെ മനസ്സിലാക്കിയത്? വേർ ദ ട്രൂ വാല്യൂസ്. ഇവർ രണ്ടുപേരും യഥാർത്ഥ പോരാളികളായിരുന്നു. ആൻസർ: കോബ്ര ന്യൂ ദ മാംഗൂസ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. കോബ്ര മാംഗൂസിനെ കുറിച്ച് മനസ്സിലാക്കിയത് വളരെ സൂപ്പർ ഫൈറ്ററാണ്, അതുപോലെ നല്ല ബുദ്ധിശാലിയാണ്, ക്ലവറാണ് ആൻഡ് അഗ്രസീവാണ്, അക്രമകാരിയാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ്. പക്ഷേ കോബ്രൻ തന്നെയാണ് ആ സ്കിൽഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റിനാണ്. യെസ്, ദ വർ ട്രൂ വാരിയേഴ്സ് ടു. രണ്ടുപേരും വളരെ മികച്ച യഥാർത്ഥ പോരാളികൾ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ മാംഗൂസ് മാനേജ് ദ എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? ഈ കോബ്രയുടെ കടിയിൽ നിന്ന് മാംഗൂസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഉത്തരം: ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹെൽപ്ഡ് ഹിം ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്. മാംഗൂസിൻ്റെ മുതുകിലുള്ള ആ കട്ടിയുള്ള മുടി, അതിൻ്റെ തിക്നെസ്, അതാണ് പാമ്പിൻ്റെ കടിയിൽ നിന്നും മാംഗൂസിനെ രക്ഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ കോബ്ര വാസ് ഗുഡ് ഫൈറ്റർ. കോബ്ര വളരെ നല്ലൊരു ഫൈറ്ററാണ്. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റ് ടെക്നിക്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫൈറ്റ് ടെക്നിക്ക് എന്ത് ചെയ്യുക, എടുത്ത് പറയുക. ആൻസർ: ഇറ്റ് സ്വൈഡ് ഫ്രം സൈഡ് ടു സൈഡ് ട്രൈങ് ടു മെസ്മറൈസ് ദ മാംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. ഒരു വശത്തിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ട്, ആടിക്കൊണ്ട് അല്ലേ, ഒരു തെറ്റായ ചലനത്തിലൂടെ മാംഗൂസിനെ അതിങ്ങനെ മെസ്മറൈസ് ചെയ്യാൻ, അത് മയക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു സംഭവം അല്ലേ, അത് തന്നെ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. 10th ക്വസ്റ്റ്യൻ: ദ മാംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ഹിസ് ക്ലവർനെസ്? താനൊരു മിടുക്കനാണെന്ന് മാംഗൂസ് തെളിയിച്ചിട്ടുണ്ടല്ലേ. അവൻ്റെ ആ ഒരു ക്ലവർ, ആ ഒരു മിടുക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിശാലിയുടെ ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകാമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദ മാംഗൂസ് മൂവ്ഡ് ഫോർവേഡ് ക്വിക്ലി ആൻഡ് മെയ്ഡ് എ ഫിയൻ ടു വൺ സൈഡ്. This made the cobra strike, but he jumped neatly to one side, misleading it from the aim. He bit the snake on the back and darted away again out of reach. The mangoes എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ആവും. ആൻഡ് മെയ്ഡ് എ ഫിയൻ ടു വൺ സൈഡ്. എന്നിട്ട് അതിനെ പറ്റിച്ചുകൊണ്ട് മറ്റൊരു സൈഡിലേക്കും ആവും. ഇങ്ങനെ മൂവ് ആവുന്ന സമയത്ത് തന്നെ ആക്രമിക്കാനാണ് എന്ന് കരുതിക്കൊണ്ട് ദിസ് മെയ്ഡ് ദ കോബ്ര സ്ട്രൈക്ക്. ഈ സമയത്ത് തന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ച് കോബ്ര എന്ത് ചെയ്യും, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, കുത്തും. ബട്ട് ഹി ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, മിസ്ലീഡിങ് ഇറ്റ് ഫ്രം ദ എയിം. പക്ഷേ നമ്മുടെ ആ മംഗൂസ് എന്ത് ചെയ്യും, വളരെ നീറ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മറ്റൊരു സൈഡിലോട്ട് മാറുകയും ഹി ബൈറ്റ് ദ സ്നേക്സ് ഓൺ ദ ബാക്ക്, പാമ്പിൻ്റെ പുറകിലോട്ട് കടിക്കുകയും ആൻഡ് ഡേറ്റഡ് എവി എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാമ്പിന് കൊത്താൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടല്ലേ, അതിനപ്പുറത്തേക്ക് ചാടുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് were the reactions of the spectators when the cobra struck? അവിടെ ഈ ഫൈറ്റ് കാണാൻ ഈ കുട്ടിയെ കൂടാതെ വേറെ 2 സ്പെക്ടാക്ടേഴ്സും കൂടെ ഉണ്ട്, ഒരു കാക്കയും മൈനയും അല്ലേ. ഇവരുടെ പ്രതികരണം എന്തായിരുന്നു? ആൻസർ: the crow and the myna hurled themselves at him, but they coiled in the mid-air. They returned to the cactus plant, shrieking at each other. പറയുന്നത്, പാമ്പ് കുത്തുന്ന ആ സമയം കാക്കയും മൈനയും നേരെ അങ്ങോട്ട് എടുത്ത് ചാടുകയും പരസ്പരം അവർ അവിടെ വായുവിൽ വെച്ച് കൂട്ടിയെടുക്കുകയും ദെൻ അവർ പരസ്പരം ശബ്ദിച്ചുകൊണ്ട് വീണ്ടും എങ്ങോട്ട് വന്നിരിക്കും, ഈ കാക്ടസ് മരത്തിലോട്ട് വന്നിരിക്കുകയും ചെയ്യും. 12th ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ ക്രൗ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? കാക്ക എങ്ങനെയാണ് സ്വയം തൻ്റെ അപകടത്തിലേക്ക് അല്ലെങ്കിൽ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടത്? ആൻസേഴ്സ്: വെൻ ദ ക്രൗ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ഇറ്റ് മിസ്ഡ് ഇറ്റ്സ് എയിം. It tried to pull up in mid-air and turn back. At that time, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. കാക്ക ഈ കോബ്ര കൊത്തുന്ന സമയത്ത് കാക്ക വീണ്ടും അങ്ങോട്ട് എടുത്ത് ചാടുകയും, എന്നാൽ 3ാമത്തെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു 1ഉം 2ഉം പ്രാവശ്യം സെയിം രീതിയിൽ തന്നെ നടന്നു. 3ാമത്തെ പ്രാവശ്യവും കാക്ക ചാടുന്ന സമയത്താണ് അവൻ അതിൻ്റെ ലക്ഷ്യം തെറ്റിയത്.
അത് വായിലേക്ക് എടുത്ത് ചാടി തിരിച്ച് പറക്കാനായിട്ടെന്ന ആ സമയത്ത്, തിരിച്ചു പറക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു സമയത്ത് പാമ്പ് തൻ്റെ വളരെ ഗ്രേറ്റ് ഫോഴ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആഞ്ഞു കൊത്തുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊത്തുന്ന ഭാഗം കാക്കയുടെ കാക്കയുടെ ദേഹത്ത് തട്ടുകയും അങ്ങനെയാണ് കാക്ക മരണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് മൈന ബുദ്ധിശാലിയാണെന്ന് പറയുന്നത്? ആൻസർ, the myna is wise because it did not interfere in the fight after the crow's dead. അല്ല, കാക്കയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കാക്ക ചത്തുപോയി അല്ലേ, അതിനുശേഷം മൈന ഈ പോരാട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഇടപെട്ടിട്ടില്ല. മുമ്പ് 1-2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, 1-2-3 പ്രാവശ്യം ആര് ഇടപെട്ടിട്ടുണ്ട്, മൈനയും കാക്കയുടെ കൂടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ കാക്കയ്ക്ക് ഇങ്ങനെ ഒരു പണി പറ്റിയതിന് ശേഷം ആര് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, മൈന പോരാട്ടത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് മൈന ബുദ്ധിശാലിയാണെന്ന് പറയുന്നത്. ഹു വൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത്? അതിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് മൈനയെ കുറ്റിക്കാട്ടിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്? ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാലേ, വിട്ടുനിന്ന് സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയാലോ. ആൻസർ പറയുന്നത്, മാംഗൂസ് വൺ ദ ബാറ്റിൽ. യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? നമുക്കറിയാം, മാംഗൂസ് ആണ് വിജയിച്ചത്. മൈന പിയേഴ്സ് ഇൻ ടു the bushes because the mangoes had dragged the cobra into it. എന്താണ് മാംഗൂസാണ് യുദ്ധത്തിൽ വിജയിച്ചല്ലേ? മാംഗൂസ് എന്തിനാണ് കുറ്റിക്കാട്ടിലോട്ട് നോക്കിയത്? കാരണം മാംഗൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, കോബ്രയെ കൊന്നതിന് ശേഷം എങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, കുറ്റിക്കാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് നോക്കിയതാണ് മൈന. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിവെൻറ്റഡ് ദ ഗ്രാൻഡ് ഫാദർ ഫ്രം ടൈമിങ് ദ മാംഗൂസ്? എന്തുകൊണ്ടാണ് മാംഗൂസിനെ മെരുക്കുന്നതിൽ നിന്ന് മുത്തച്ഛനെ തടഞ്ഞത് എന്താണ്? മുത്തച്ഛൻ ഒരിക്കലും മാംഗൂസിനെ വളർത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? ആൻസർ പറയുന്നത്, ഹി ഡിഡ് നോട്ട് ടേം ദ മാംഗൂസ് ബിക്കോസ് വൈൽഡ് മാംഗൂസ് വാർ മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ആൻസർ പറയുന്നത്, വളർത്തു മൃഗത്തിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? കാട്ടുമൃഗമാണ്. അതാണ് ഏറ്റവും ഉപയോഗപ്രദമായത്. അതുകൊണ്ടാണ് മാംഗൂസിനെ വളർത്താനായിട്ട് ശ്രമിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർഗിവ് ദ മാംഗൂസ് ഫോർ ദ സ്റ്റീലിംഗ് എഗ്സ്? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഈ മുട്ട മോഷ്ടിച്ച മാംഗൂസിന് ക്ഷമിച്ചത്? ആൻസർ പറയുന്നത്, ഗ്രാൻഡ് മദർ വുഡ് ഫോർഗിവ് ദ മാംഗൂസ് ബിക്കോസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. കാരണം നമ്മുടെ വീടിനെ പാമ്പുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണ്? മാംഗൂസാണ്. അത് അകറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ഷമിക്കാനായിട്ട് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ? ഹൗ ഡിഡ് ദ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? അല്ലേ, സ്ക്യൂറലിൻ്റെ പുതിയ ഫ്രണ്ട് ആരായിരുന്നു? അവരെങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തത്? ആൻസർ പറയുന്നത്, വൈറ്റ് റാറ്റ് വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ. അല്ല, വൈറ്റ് റാറ്റ് ആണ് ആരുടെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത്? സ്ക്വറലിൻ്റെ. മുത്തച്ഛൻ ബസാറിൽ നിന്ന് വാങ്ങിയതാണ് വൈറ്റ് റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്, ഈ വൈറ്റ് റാറ്റ് ആണ് സ്ക്വറലിൻ്റെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിച്ചത്? ദേ യൂസ് ഇറ്റ് ടു ഗോ ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് among the branches of the banyan tree. ബാനിയൻ ട്രീൻ്റെ ശിഖരങ്ങളിലൂടെ ചെറിയ വിനോദയാത്രകൾ അങ്ങനെ ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദ സ്ക്വറൽ വാസ് ബിൽഡിംഗ് നെക്സ്റ്റ്? അണ്ണാൻ കൂട് പണിയുന്നത് ഈ കുട്ടി എങ്ങനെയാണ് അറിഞ്ഞത്? ആൻസർ പറയുന്നത്, ദ സ്ക്വറൽ ട്രൈ ടു ബിൽഡ് ദ നെസ്റ്റ് ഇൻ ഹിസ് പോക്കറ്റ്. He found straw and grass falling out of his pocket when he changed his clothes. എങ്ങനെയാണ് മനസ്സിലായത്? കാരണം ആദ്യം അണ്ണാൻ കൂടുണ്ടാക്കാൻ ശ്രമിച്ചത് അവൻ്റെ പോക്കറ്റിലായിരുന്നു. എങ്ങനെ മനസ്സിലായി? ഇവൻ ഉള്ളിലോട്ട് പോയി ഇവൻ വസ്ത്രം മാറുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് പുല്ലുകൾ, അതുപോലെ വൈക്കോൽ, ഇതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ വീഴുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി സ്ക്വറൽ കൂടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? പ്രകൃതി അവർക്കായി കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന അത്ഭുതം എന്തായിരുന്നു? ആൻസർ, 3 വൈറ്റ് ബേബി സ്ക്വറൽസ്. 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ? അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.